ഇങ്ങോട്ട് വന്നേ പറയാളിയാ കണ്ടോ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ ഏറ്റു പറയുമ്പോഴേക്ക് തിരിച്ചു പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. സിപിഎമ്മിന്റെ വാദമാണോ പറഞ്ഞത്? ഞാൻ എന്റെ വാദമാണ് പറഞ്ഞത്. ഞാൻ എന്റെ വാദമാണ് പറഞ്ഞത്. ഞാൻ എന്റെ വാദമാണ്, എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അല്ലല്ല, എന്തെങ്കിലും ചാർത്തി വെക്കാൻ പറ്റില്ല. ഞാൻ ചാർത്തി വെച്ചില്ല. മാഡത്തിന് ഇത്ര പൊള്ളുന്നത് എന്തിനാ? പോലീസിന്റെ കണ്ണു വെട്ടിച്ച് സംരക്ഷണം ഒരുക്കുന്ന നടപടികൾ ബോധപൂർവം സംരക്ഷിക്കാൻ നടപടി എടുത്തു എന്ന് തന്നെ സംശയിക്കണം. പറയുന്നത് സ്റ്റേറ്റിന്റെ തലവനായ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ ഞാൻ അവിശ്വസിക്കുന്നില്ല. അപ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന പിടിക്കുമല്ലോ പറയട്ടെ. അപ്പോൾ പിടിക്കണമല്ലോ, പിടിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു അമിത ആത്മവിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ്. അത് കോൺഗ്രസ് തരുന്ന ഒരു ആത്മവിശ്വാസമാണ്. ഒന്നുമല്ല ഉണ്ട നെഞ്ചത്ത് കൊള്ളും. ഉണ്ട നെഞ്ചത്ത് കൊണ്ട് ചത്തു മരച്ച് കിടക്കാൻ തയ്യാറായിക്കോളൂ. കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് അത് തന്നെയാണ്. ഞാനത് വേറൊരു കോൺടെക്സ്റ്റിലേക്ക് കൊണ്ടുപോകുന്നില്ല. താങ്കൾ പറഞ്ഞ വാക്കിൽ പിടിച്ചു വേണമെന്നുണ്ടെങ്കിൽ ആരാണ് അതിന് പോയതെന്നുള്ളത് പറയാം. ഞാൻ ഈ വിഷയത്തിൽ ഒന്ന് നിൽക്കട്ടെ. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള അവസരമാണ് വഴിതിരിച്ചു വിടാനുള്ള കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ആ ഒരു വഴുക്കൽ ന്യായം. അത് ശരി. പക്ഷെ താങ്കൾ കുറെ നേരമായി ബാറ്റ് ചെയ്തത് രാഹുൽ ശരി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. CPIM ആണോ രാഹുൽ മാങ്കൂട്ടത്തിനെ പോയി പിടിക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. CPIM പോയി രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് കൊടുക്കണം എന്നുള്ള രീതിയിൽ CPIM നടപടി എടുക്കുന്നില്ല, അല്ലെങ്കിൽ CPIM എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നറേറ്റീവ് ഒക്കെ, അതൊക്കെ എത്ര ഒരു റിഡിക്കുലസ് ആയിട്ടുള്ള ഒരു നറേറ്റീവാണ് സെറ്റ് ചെയ്യുന്നത്. ശരി, ഒരു പുരുഷ സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് ഒരു വീട്ടിൽ കയറി സ്ത്രീകളോട് വോട്ട് ചോദിക്കാൻ കഴിയുക? ഒരു ബലാത്സംഗിയെ കൊണ്ടു നടന്ന ഒരു പാർട്ടിയുടെ അംഗമായിരുന്നു കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ കഴിയുക? നാണം കെട്ട് പ്രതിരോധത്തിൽ നിൽക്കുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. അത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ല. ന്യായമാണെന്ന് തോന്നുന്നു. ഇനിയും പോലീസിന്റെ കഴിവുകേട്, പോലീസ് പിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലീസ് പിടിക്കേണ്ട കുറ്റകൃത്യം ഏറ്റവും ഗുരുതരമായ, കേരളത്തിൽ ഇന്നേ വരെ ഒരു MLA ചെയ്തിട്ടില്ലാത്ത, ഇന്ത്യയിൽ ഇന്നേ വരെ ഒരു MLA ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയും ചെയ്തിട്ടില്ലാത്ത കുറ്റകൃത്യം തന്നെയാണ്. പ്രജ്വൽ രേവണ്ണയുടെയോ മറ്റാരുടെയോ കേസ് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ഇതുപോലെ ഗർഭിണിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് തുടർച്ചയായി പെൺകുട്ടികളെ ഇരയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വൈകൃതത്തിനുടമയായ ഒരാളെ, അതൊരു വൈകൃതം തന്നെയാണ്. അതായത് ഗർഭമുണ്ടാക്കുക എന്ന് പറയുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു റേപ്പിസ്റ്റിന്റെ മനോഭാവമാണ് അയാൾക്കുള്ളത്. അത് എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം നേടിയെടുത്തതിന് ശേഷം വിജിഗീഷുമായി രംഗത്ത് വരുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിരിക്കും നിങ്ങളൊക്കെ ഒരു പക്ഷേ പ്രതീക്ഷിക്കുക. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ, ജനങ്ങളുടെ കോടതിയിൽ അയാൾക്കുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ പോയി നിന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയും ആൾക്കാരുടെ മേലെ അങ്ങനെ അഭിപ്രായം പറയാൻ അങ്ങനെ പറയുന്നത്. നിങ്ങളത് അതിനെ പിന്താങ്ങുന്നെങ്കിലും പോലീസ് പിടിക്കുന്നു. മാഡം കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ ഏറ്റു പറയുമ്പോഴേക്ക് തിരിച്ചു പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. മായമോ ഇല്ലാത്ത നല്ല കൃത്യം കക്ഷികളാ. സിപിഎമ്മിന്റെ വാദമാണോ പറഞ്ഞത്? ഞാൻ എന്റെ വാദമാണ് പറഞ്ഞത്. എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അല്ലല്ല, എന്തെങ്കിലും ചാർത്തി വെക്കാൻ പറ്റില്ല. ഞാൻ ചാർത്തി വെച്ചില്ല. മാഡത്തിന് ഇത്ര പൊള്ളുന്നത് എന്തിനാണ്? എനിക്കല്ല പൊള്ളുന്നത്. 2 പ്രാവശ്യമായി പറയുന്നു. ഞാനിത് ചർച്ച നിയന്ത്രിക്കുന്ന ആളാണല്ലോ. ആരുടെ പേരിലും ഇന്ന പാർട്ടി എന്ന് അങ്ങനെ ചാപ്പ കുത്താൻ പറ്റില്ലെന്നേ നമ്മുടെ അഭിപ്രായം പറയാം. ശരി, അപ്പോൾ CPIMനെയും അതുപോലെ തന്നെ BJPയും ഒക്കെ എടുത്ത് ഇവിടെ ജിമ്മി ജെയിംസ് പറഞ്ഞപ്പോൾ ഈ എതിർപ്പൊന്ന് മോഡറേറ്ററുടെ ഭാഗത്ത് അല്ലല്ല, BJPയുടെ ഒരാളെ പറ്റി പറഞ്ഞ ഉടനെ തന്നെ ഇടപെടുന്നു. അങ്ങനെ ഇടപെടുന്ന കാര്യമില്ലല്ലോ. അല്ലല്ല, മാഡം ഇടപെട്ടില്ല. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അല്ല, സമൂഹ മധ്യത്തിൽ മുഖം വികൃതമായി പൊളിഞ്ഞിളകി നിന്നതിന് ശേഷമാണ് നടപടിയെടുത്തത്. അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഇൻഫർമേഷൻ കിട്ടിയിട്ടൊന്നുമല്ല. അതെ, അടുത്ത മിനിറ്റിൽ പുറത്തുവിടാൻ. അതായത് മുൻകൂർ ജാമ്യമില്ല എന്ന് കോടതി വിധി പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മിനിറ്റിൽ ഇതാ നടപടി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താക്കുറിപ്പ് പുറത്തേക്ക് വിടുകയാണ്.
സുജയ പറയട്ടെ. ആരോപണം ഉയരുമ്പോൾ തന്നെ ഇയാളെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ കോൺഗ്രസിന് അന്തസ്സുണ്ടെന്ന് പറഞ്ഞേനെ കേരളം. ആ അന്തസ് നഷ്ടപ്പെടുത്തി. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇനി അറസ്റ്റ് വൈകുന്നതിനെ കുറിച്ച് പറഞ്ഞ്, സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറഞ്ഞ്, പല പല വിഷയങ്ങൾ പറഞ്ഞാലും അന്തസ്സില്ലായ്മയുണ്ട് എന്നുള്ളത് ജനത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ സാഹചര്യമാണ്. അവൻ പറഞ്ഞ അല്ല അതെ 2017 2025 ഇടയിൽ അയാൾക്ക് ലഭിച്ചിട്ടുള്ള ഉയർച്ച, ആ രാഷ്ട്രീയത്തിലെ അയാളുടെ വളർച്ച എന്ന് പറയുന്നത് മറ്റു പ്രവർത്തകർക്ക് കിട്ടിയ അതേ രീതിയിലാണോ? ഉമ്മൻചാണ്ടി അടക്കം മുന്നോട്ട് വെച്ച പേരുകൾ തള്ളിക്കൊണ്ട് ഇയാളെ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് നടത്തിയിട്ടുള്ള നെറികെട്ട നീക്കങ്ങൾ അടക്കം കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് കഴിഞ്ഞ സാഹചര്യമാണ്. ഇനി ഇവിടെ എന്ത് പ്രതിരോധമാണുള്ളത്? ഇവിടെ ഇടതുപക്ഷത്തിനായാലും BJPക്കായാലും അവരുടെ പ്രചാരണ അജണ്ട എന്താണ് മുന്നോട്ട് വെച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതിന് കഴിയാതെ പതറി നിൽക്കുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്, പതറി നിൽക്കുന്ന മുന്നണിയുടെ പേര് UDF എന്നാണ്. എന്തിന്? ലീഗിന് തന്നെ നാണക്കേടാണ് പോയി വോട്ട് ചോദിക്കാൻ. അപ്പുറത്ത് ലീഗിന്റെ കൂടെ തോളിൽ കൈയിട്ട് നടന്ന പാലക്കാട് പ്രചാരണത്തിന് ലീഗും പോയതാണ്, വോട്ട് പിടിക്കാൻ പോയതാണ്, പിരായിരിയിലൊക്കെ പോയി വോട്ട് പിടിച്ചതാണ്, എല്ലായിടത്തും പിടിച്ചതാണ്. അങ്ങനെ തോളിൽ കൈയിട്ട് നടന്ന ലീഗുകാർക്ക് പോലും നാണക്കേടുണ്ടാക്കി വെച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA. അയാൾ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച MLA ആണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ അയാൾ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച MLA ആയി ഇവിടെ നിൽക്കുന്നുണ്ട്. സംശയമൊന്നുമില്ലല്ലേ? ഇല്ല, അത് ഇടയ്ക്കൊരു മറ്റേ ഇതിട്ടിരുന്നല്ലോ, ഫേസ്ബുക്കിലൊക്കെ ഒരു ക്യാമ്പയിൻ തുടങ്ങി വെച്ചായിരുന്നു. പിന്നീട് അതേക്കുറിച്ച് മിണ്ടുന്നില്ല. കാരണം രാഹുലിന്റെ കാര്യം പറഞ്ഞു തീർത്തിട്ട് വേണമല്ലോ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറയാനായിട്ട്. നമ്മളും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. Yeah.